അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മസ്ജിദിൽ ഇതേപോലെ ആളുകൾ വന്ന് ഇങ്ങനെ ഇരിക്കും, തൂണ് പോലെ എപ്പോ നോക്കിയാലും പള്ളിയിൽ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മസാജിദി ഔതാദാ അൽ മലായികതു ജുലസാഉഹും. അവരോടൊപ്പം ഇരിക്കുന്നവരാരാണ്? മാലാകമാരാണ്. അവരോടൊപ്പം മാലാകമാരാ ഇരിക്കുന്നത്. മലക്കളെ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് പള്ളിയിൽ ഇങ്ങനെ ഓതാണ്, ഇങ്ങനെ ഓതാണ്. അവരുടെ അപ്പുറം ഇപ്പുറമൊക്കെ സാലിഹ്യങ്ങളായ ആ മനുഷ്യനോടൊപ്പം നല്ല മലക്കുകൾ, ഇങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ അവരോടൊപ്പം ഉണ്ടാകും. അൽ മലായികതു ജുലൂസുഹും. ഇനി ഈ വ്യക്തി പള്ളിയിൽ വന്നില്ലെങ്കിലോ? ഇൻ ഗാബൂ യഫ്തഖിദൂനഹും. ഇനി അദ്ദേഹത്തെ കണ്ടില്ല എങ്കിൽ ഈ മലക്കുകൾ ഇദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങുമത്രേ. കണ്ടില്ല, എവിടെ പോയി? എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ആളാ, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ആളാണല്ലോ, എല്ലാ ദിവസവും സുബഹിക്ക് വരുന്ന ആളാ, 4 മണിക്ക് വരുന്ന ആളാ, ഇന്ന് കണ്ടില്ലല്ലോ, എവിടെ പോയി? കൃത്യമായിട്ട് 4 മണിക്ക് പള്ളിയിൽ വരുന്ന ആളിനെ ഉസ്താദ്മാർക്ക് അറിയാം. ഒരു ദിവസം അദ്ദേഹം വന്നില്ല എങ്കിൽ ഉസ്താദ് ആദ്യം തിരക്കുന്നത് അസ്നാർ കാക്ക ഇന്ന് വന്നില്ലല്ലോ, എന്താ പറ്റിയത് എന്ന് അന്വേഷിക്കും. എല്ലാ ദിവസവും 4 മണിക്ക് വരുന്ന ആളാണ്. അത് തന്നെ മലക്കളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. വൽ മലായികതു ജുലസാഉഹും വഇൻ ഗാബൂ യഫ്തഖിദൂനഹും. അവരെ കണ്ടില്ല എങ്കിൽ, അവർ അപ്രത്യക്ഷമായാൽ അവരെ കുറിച്ച് അന്വേഷിക്കുമത്രേ. വഇൻ മരിളൂ ആദൂഹും. അവർ നിരോഗിയായാൽ രോഗസന്ദർശനം നടത്താൻ ഈ മാലാകമാർ ആ വ്യക്തിയുടെ അരികിലേക്ക് എത്തുമത്രേ. പള്ളിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് രോഗം പിടിച്ചാൽ മലക്കൾ ഓരോന്ന് സഹായിക്കാൻ. ഹദീസാണ്, മലക്കൾ ഒരു സഹായിക്കാൻ. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹും. ഇനി അദ്ദേഹത്തിന് വല്ല ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറാനുണ്ടോ? ആനൂഹും. മാലാകമാർ അവരെ സഹായിക്കുമത്രേ. എത്ര വലിയ ഭാഗ്യം മസ്ജിദിൽ ഇരിക്കുന്നവർക്ക്, എത്ര വലിയ ഭാഗ്യം. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹും. കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും, രോഗിയായ പോയി സന്ദർശിക്കും. ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ മലക്കുകൾ സഹായം എത്തിച്ചു കൊടുക്കും. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മൻ ജലസ ഫിൽ മസ്ജിദി ഫഇന്നമാ യുജാലിസു റബ്ബഹു. ആരെങ്കിലും മസ്ജിദിൽ ഇരുന്നാൽ സൂക്ഷിക്കണേ, അവനോടൊപ്പം ഇരിക്കുന്നത് ആ മസ്ജിദിന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ്. വകാന ഹഖൻ അലൈഹി. അവന്റെ മേൽ ബാധ്യതയാണ്. അനാവശ്യമായ വർത്തമാനങ്ങൾ പറയരുതേ. അല്ലാ യഖൂല ഇല്ലാ ഖൈറാ. നന്മയല്ലാത്ത ഒരു കാര്യങ്ങളും മസ്ജിദിൽ പറയരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഇദാ സമഅതുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ നിങ്ങളും ഏറ്റു പറയണേ. സുമ്മ സല്ലു അലയ്യ. ആ ബാങ്ക് വിളിച്ചതിന് ശേഷം എൻ്റെ മേൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണേ. സുമ്മ സല്ലല്ലാഹു അലൈഹി അൽ വസീല. പിന്നീട് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണേ. ആ സ്വലാത്തിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് വസീല തേടണേ. എന്താണ് വസീല എന്ന് പറയട്ടെ? സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ്. എനിക്ക് ആ സ്ഥാനത്തിലെത്താൻ കൊതിയാണ് സഹാബ. ആ വസീല എന്ന സ്ഥാനത്തിന് അർഹനാകാൻ ഞാൻ കൊതിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ, ബാങ്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലി എനിക്ക് വേണ്ടി ആ ഉന്നതമായ സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്യണേ. അതാണ് അല്ലാഹുമ്മ ആതിഹിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ, ആ സ്ഥലം, ആ വസീല നബിതങ്ങൾക്ക് നീ കൊടുക്കണേ പടച്ചവനെ. നമ്മളൊക്കെ ദുആ ചെയ്യാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് ആ വസിയത്ത് നമ്മൾ തട്ടിക്കളയുകയല്ലേ? ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച് ആ ദുആ നമ്മൾ തട്ടിക്കളയാണ്. ആ ഒരു മഹത്തായ ഒരു ഉത്തരവാദിത്തം നമ്മൾ തട്ടിക്കളയാണ്. അതുകൊണ്ടാണ് അലിയാർ തങ്ങൾ പറഞ്ഞത്, അൽ ഹദീസ് ഇൻദൽ അദാൻ യുഹ്ബിതു അമല 30 സന.
അൽ ഹദീസു ഇൻദൽ മയ്യിത്ത് യുഹ്ബിതു അമല 30 സന. മയ്യത്ത് വീട്ടിൽ പോകുമ്പോൾ മയ്യത്ത് കാണുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണേ. ദുആ ചെയ്തിട്ട് നിങ്ങൾ മയ്യത്തിന്റെ നന്മകൾ മാത്രം പറയണേ. അവിടെ ഇരുന്ന് ലോകകാര്യങ്ങളോ പഞ്ചായത്ത് കാര്യങ്ങളോ രാഷ്ട്രീയ ചർച്ചകളോ നിങ്ങൾ നടത്തരുതേ. അങ്ങനെ നടത്തിയാൽ നിങ്ങളുടെ 30 വർഷത്തെ അമലുകൾ നഷ്ടമാകും. മയ്യത്ത് വീട്ടിൽ പോരുന്നിട്ട് പഞ്ചായത്ത് കാര്യവും അദ്വാനിയുടെ കാര്യവും മോഡിയുടെ കാര്യവും അമിത്ഷായുടെ കാര്യവും പറയാനല്ല മയ്യത്ത് വീട്. അവിടെ പോയി ചർച്ച ചെയ്യാൻ പാടില്ല. മയ്യത്തിന്റെ നന്മകൾ പറയണം, മയ്യത്തിനോട് ദുആ ചെയ്യണം. മയ്യത്ത് ഒരു വീട്ടിൽ ചെന്നാൽ ആ മയ്യത്ത് പൊക്കി നോക്കിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർഹു ഫീഹി വഖ്ലുഫ്ഹു ഫിൽ മഹ്ദിയീൻ അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹു. അങ്ങനെ ദുആ ചെയ്യണം. നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഇന്ന് നമ്മൾ മയ്യത്ത് വീട്ടിൽ പോയിട്ട് പൊക്കി നോക്കും. പൊക്കി നോക്കി വലിയ പരിചയമുള്ളവനാ. പൊക്കി നോക്കുക വേണമെങ്കിൽ എപ്പോഴായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു സംഭവം, ആ കണ്ണ് തെള്ളിയിരിക്കാണല്ലോ, നീ ഒന്നോ അമർത്തി അടയ്ക്കാൻ എന്തായിരുന്നു, വായൊന്ന് നല്ലപോലെ ഒന്ന് കൂട്ടിക്കെട്ടാൻ എന്തായിരുന്നു. കൊട്ടേഷൻ വിടാനാണ് ഇവൻ വരുന്നത്, മയ്യത്തിന്റെ കൊട്ടേഷൻ വിടാൻ. ഒരു സഹോദരൻ മരിച്ചാൽ ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് അവൻ ആത്മാർത്ഥത ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ. അത് മയ്യത്ത് കാണുമ്പോൾ ഇവൻ ചെയ്യേണ്ട ദുആയാണ്. അല്ലാഹു ഈ സഹോദരനെ നീ പുറത്തോട് വിടച്ചവനെ, അല്ലാഹു ഇവന് നീ ഒരു പകരക്കാരനെ സ്ഥാപിക്കണേ പടച്ചവനെ, ഇവന്റെ ഖബർ നീ വിശാലത നൽകണേ പടച്ചവനെ, അവനും ഞങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹു, ഞങ്ങളെ നീ സ്വർഗത്തിൽ എത്തിക്കണേ പടച്ചവനെ. ഈ ദുആ ഒരു മയ്യത്ത് വീട്ടിൽ മയ്യത്ത് കാണാൻ പോകുന്ന ഓരോ വ്യക്തിയും ചൊല്ലണം. അല്ല മൊയ്ലിയാർ മാത്രം അൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞ മൊയ്ലിയാർ ദ്വാരക്കല്ല. നമ്മൾ ഈ മയ്യത്ത് കാണാൻ പോകുന്ന ഓരോ വ്യക്തിയും ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ കൈപൊക്കി പിടിച്ചിട്ട് വലിയ ബഹളത്തോട് ദ്വാരക്കണ്ട. കൈപൊക്കുമ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർഹു ഫീഹി വഗ്ഫിർ ലനാ വലഹു വഖ്ലുഫ്ഹു ഫിൽ മഹ്ദിയീൻ. മലയാളത്തിൽ പറഞ്ഞാലും മതി, അല്ലാതെ പോയി പൊക്കി നോക്കിയിട്ട് അന്യ അങ്ങനെ പോകരുത് കേട്ടോ. എന്നിട്ട് ആ മയ്യത്തിന്റെ കുടുംബക്കാരനെ വിളിക്കണം. ആരാ മരിച്ചത്? വാപ്പാണോ മരിച്ചത്? മോനെ വാ. അവന്റെ കൈക്ക് പിടിച്ചിട്ട് നെഞ്ചി തടവിട്ട് അല്ലാഹു അജ്റക് വഹസന ഗസാക് വഫർ ലിമയ്യതി. അല്ലാഹു നിനക്ക് എൻ്റെ വാപ്പാടെ വിയോഗത്തിൽ നീ ദുഃഖിക്കുന്ന നിനക്ക് അല്ലാഹു ഉന്നതമായി കൂലി തരട്ടെ, എൻ്റെ മയ്യത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ടൊരു ദുആ ചെയ്യണം അവന്റെ കൈക്ക് പിടിച്ചിട്ട്. ഇതൊന്നും ഇന്ന് നമ്മൾ ചെയ്യാറില്ല. എപ്പോഴായിരുന്നടാ മരിച്ചത്? എപ്പോഴാണ് മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നോ? എങ്ങനെയായിരുന്നു സംഭവം? അപ്പൊ ആരാ വണ്ടിയായിട്ട് വന്നത്? അവിടെ ആരുണ്ടായിരുന്നു ഐസിയുല്? ഇതാണ് ഒരു മയ്യത്ത് മരിച്ചിടക്കുന്ന മരിച്ച ആൾ മരിച്ച് ഇനി ആളെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പോണത്. ഈ സഹോദരന്റെ ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഒരു സമാധാനത്തിന്റെ വാക്കല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. സഹോദര നിനക്ക് അല്ലാഹു പുറത്തു തരട്ടെ, അദ്ദേഹത്തിന്റെ വിയോഗത്താൽ നീ ദുഃഖിക്കുന്നുണ്ട്, അല്ലാഹു ആ മയ്യത്തിന് പൊറുക്കട്ടെ, നിനക്ക് ഉന്നതമായ കൂലി നൽകട്ടെ, ഒരു സന്തോഷ വാർത്ത. ആരത് പറയുന്നത്? അവിടെ മയ്യത്തിന്റെ വീട്ടിൽ പോയി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ. അതുകൊണ്ട് മയ്യത്തിന്റെ അരികിൽ പോയി സംസാരിച്ചാൽ 30 വർഷത്തെ അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമത്രേ. അൽ ഹദീസു ഇൻദൽ മഖാബിർ, മഖ്ബറയിൽ പോയി മയ്യത്തടക്കുന്ന സ്ഥലത്ത് പോയി, ആ ഖബർസ്ഥാനിൽ പോയി, ഖബർ വെട്ടുന്ന സ്ഥലത്ത് പോയി അനാവശ്യമായ സംസാരങ്ങൾ നിങ്ങൾ നടത്തിയാൽ 30 വർഷത്തെ അമലുകൾ നിങ്ങൾക്ക് ഡിലീറ്റായി പോകുമത്രേ. വഅന്തും ലാ തശ്ഉറൂൻ, നിങ്ങൾ പോലും അറിയില്ല ആ അമൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഖബർ കുഴിക്കുന്നവന് പോലും ഇന്ന് മരണത്തെ പേടിയില്ല, ഖബർ കുഴിക്കുന്നവന് പോലും മലക്കുൽ മൗത്തിനെ പേടിയില്ല. ഔറത്തും കാണിച്ച് തട്ടുമടി കൊടുത്ത് കട്ടം പീടിയും വലിച്ചുകൊണ്ട് ചീത്ത വിളിച്ച് തെറി പറഞ്ഞ് അസഭ്യവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഖബർ കുഴിക്കുന്നത്. ഒരു കാര്യം പോലും ആ ഖബർ കുഴിക്കുന്ന വ്യക്തിയോട് പറയാൻ പറ്റൂല. ഉടനെ പിക്കാസ് എടുത്ത് വേണമെങ്കിൽ നമ്മുടെ തലക്കിട്ടൊരു കൊത്തു ചെയ്യും. ശരി, ഇങ്ങോട്ട് നീക്കടാ ഖബർ, ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്റെ വാപ്പാടെ ഖബർ ഞാനാ കുഴിച്ച, നീ ഇങ്ങോട്ട് ഇറങ്ങി കുഴി. ചീത്ത അഭിപ്രായം പറയാൻ നമ്മളെ വേണമെങ്കിൽ അതിനകത്തിട്ട് അവൻ മണ്ണിട്ട് മൂടും. അതുകൊണ്ട് പറയാൻ പോരുത്. ആ ചങ്ങാതിക്കാണെങ്കിലോ ഖബർ കുഴിക്കുന്നതിനെങ്കിലും ഒരു മഹത്വം വേണ്ട. പടച്ചവനെ, ഈ ഖബർ കുഴിക്കാത്ത ഞാനും നാളെ വീഴും. മൻ ഹഫറ ഹുഫറൻ ലി അഖീഹി ഫഖദ് വഖഅ ഫീഹി. ഒരാൾക്ക് വേണ്ടി ഖബർ കുഴിച്ചാൽ അവൻ ആ ഖബറിൽ വീഴുമെന്നാണ് ഹദീസ്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഞാനും നാളെ വീഴും. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു മഹത്വം കൽപ്പിക്കണം. നമ്മുടെ ഒരു സഹോദരനെ വെക്കുന്ന ഖബറാണ്. പടച്ചവനെ, നാളെ ഇതായിരിക്കുമല്ലോ. ഖബർ കണ്ടിട്ട് സഹാബാക്കൾ നബി പൊട്ടിക്കാരന്റെ സംഭവം ഉണ്ട്.
ഖബർ കുഴിക്കുന്ന കണ്ടിട്ട് ഖബറിന്റെ മണ്ണെടുത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ മണ്ണ് മൊത്തം കണ്ണുനീര് കൊണ്ടുവന്ന് കുതിർന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ ഖബർ കുഴിച്ചിട്ട് അയാളുടെ കൽബൊക്കെ കടുപ്പായി പോയി, കരിങ്കല്ല് പോലെ ആയിപ്പോയി. ഇനി എന്ത് കരയാനാ ഇതിനകത്ത്, എന്ത് കരയാനാ? ഞങ്ങളുടെ പള്ളിയിൽ ഒരാൾ ഖബർ കുഴിച്ചല്ലോ, 17,000 മയ്യത്തിറക്കിയിട്ടുണ്ടെന്ന്. 17,000 മയ്യത്തിറക്കാണ്. അപ്പൊ അങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ. സംസാരിക്കല്ലേ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും, നമ്മുടെ അമല് നഷ്ടപ്പെടും, നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് അവിടെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ മസ്ജിദിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ജന്നിബൂ മസാജിദകും സിബിയാനകും, നിങ്ങൾ മസ്ജിദിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകരുതേ. നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ കുട്ടികളെ കൂടിയിട്ട് മസ്ജിദിൽ കൊണ്ടു, പള്ളിക്ക് നിസ്കരിക്കാൻ. അവനെങ്ങാനും പിടിച്ചാൽ നിൽക്കും, അവിടെ ഇവിടെ നിർത്തിയിട്ട് ആയിരിക്കും വാപ്പ നിസ്കരിക്കുന്നത്. സുജൂദി പോകുമ്പോൾ അവൻ 3ാമത്തെ സഫിന്റെ ഇടയിലായിരിക്കും. ഇവന്റെ മൊബൈൽ എടുത്തോണ്ട് അങ്ങോട്ട് പോകും, അവന്റെ വാച്ച് എടുത്ത് ഇങ്ങോട്ട് വരും. സുജൂദി പോകും, തൊപ്പി പോയി ആ തൊപ്പി എടുത്ത് തിരിച്ചെടുത്ത് വെക്കും. ഈ ചങ്ങാതി കൊച്ചു പയ്യ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാരും നിസ്കാരം ബാത്തിലായില്ലേ? മൊയിലിയാരുടെ അടുത്തെങ്ങാനും പോയാൽ ഡ്രൈവറിന് കേടുപാട് പറ്റിയ വണ്ടി മൊത്തം ആക്സിഡന്റ് ആവൂലേ? ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് പള്ളിക്കകത്ത് പോകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അടക്കി ഒതുക്കി മൂലരിക്കണം, അവിടെ ഇരുന്നോണെന്ന് പറയണം. ഇനി ഇവ ഈ ചങ്ങാതി ഈ കൊച്ചുകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്ന കണ്ടിട്ട് ഇവൻ കൈക്ക് പിടിച്ചോട്ടാക്കും, ഇങ്ങോട്ടാക്കും. 3 പ്രാവശ്യം അല്ലെങ്കിൽ അവന്റെ നിസ്കാരം പോയില്ലേ ഈ ചങ്ങാതി കൊണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ജന്നിബൂ മസാജിദകും സിബിയാനകും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മസ്ജിദിൽ നിന്ന് മാറ്റി നിർത്തണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇദാ റആ സിബിയാനൻ യൽഅബൂനൽ മസാജിദ ലറബഹും ബിൽ മിഖ്ഫഖി ഐ അദ്ദിറതി, കുട്ടികൾ പള്ളിയിൽ ഓടുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി കൊണ്ടോ തുണി കൊണ്ടോ കുട്ടികളെ അടിക്കുമായിരുന്നു. ഉസ്താദ് ചൂരലെടുത്ത് വെച്ചിട്ടുണ്ട് മെമ്പറിന് എടുക്കല്. എന്തിനാണ് ഈ കുട്ടികൾ റമദാൻ മാസത്തിൽ വഴക്കുണ്ടാക്കുമ്പോ അടിയുണ്ടാക്കുമ്പോ അടിക്കാൻ വേണ്ടിട്ട് ചൂരല്. ഉമർ റളിയല്ലാഹു തആല നല്ല പൊട്ടിരി കൊടുക്കുമായിരുന്നു, ആരും ചോദിക്കാൻ വരില്ല. പക്ഷെ മൊയിലിയാർ അടിച്ചാൽ ചോദ്യം വരും. കൊച്ചു കുട്ടികളെ പള്ളിയിൽ വരുമ്പോൾ മുസ്ലിയാരെങ്ങാണ് അടിച്ചാലുണ്ടായിരിക്കും രംഗം. മൊയിലിയാരെ എന്റെ കുട്ടി അടിക്കാൻ ആരാടാ എന്ന് ചോദിക്കും. വേണമെങ്കിൽ മൊയിലിയാർ ഉസ്താദ് എന്നൊക്കെ പിന്നീട്. കൊച്ചുകുട്ടിയല്ലേ അവൻ പള്ളിയിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞു, കൊച്ചുകുഞ്ഞല്ലേ. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? കുട്ടിക്ക് നിസ്കാരം ആയിട്ടില്ല, പ്രായമായിട്ടില്ല, ബാലിഗ് ആയിട്ടില്ല. ഉപ്പാ പറയുന്ന വാക്ക് കേൾക്കുന്ന ഒരു തർബിയത്ത് എത്തുന്നത് വരെ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല. ബാക്കിയുള്ളവരുടെ നിസ്കാരം ബാത്തിലാക്കി കളയും ഈ കുട്ടികള്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് മസ്ജിദിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ജന്നിബൂ മസാജിദകും സിബിയാനകും വമജാനീനകും, മജാനീൻ മന്ദബുദ്ധികള്, 50 പൈസ 70 പൈസ 80 പൈസ കുറഞ്ഞ സാധനങ്ങളൊക്കെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന ഉസ്താദ് നമ്മള് മലക്കളൊന്നും അല്ലല്ലോ നമ്മളറിയാതെ ചിരിച്ചു പോയാൽ ബാക്കി എല്ലാവരും നിസ്കാരം ബാത്തിലാവൂലേ? ആരെങ്കിലും ഈ കുട്ടികളെ എത്ര മന്ദബുദ്ധികളെ പള്ളിക്കകത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അറിയോ നിങ്ങൾക്ക്? എത്ര മന്ദബുദ്ധികൾ കൊണ്ടുവരാൻ പാടില്ല. അവർക്ക് നിസ്കാരം ഇല്ലല്ലോ, അവർക്ക് നിർബന്ധമില്ലല്ലോ നിസ്കാരം. പിന്നെന്തിനാ അവരെ പള്ളിക്ക് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ പള്ളിയുടെ വെളിയിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തണം, അവിടെ ഇരിക്കാൻ പറയണം. ജന്നിബൂ മസാജിദകും മജാനീനകും, അങ്ങനെയുള്ള ബുദ്ധി കുറഞ്ഞവരെ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. വബൈഅകും വശിറാ, മസ്ജിദിനകത്ത് കച്ചവടമാണ്. പള്ളി വരെ പള്ളിക്കൂടം വരെ കച്ചവടം മസ്ജിദിനകത്ത് പാടില്ല. അത് ഒഴിവാക്കണം. ഒരു സാധനം കളഞ്ഞു പോയാൽ തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്നാണ്. وبيعكم وشراءكم ورفع أصواتكم, ഈ സഹോദരങ്ങൾ കേൾക്കേണ്ട ഒരു ഹദീസാണിത്. എന്റെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകമായി ഒന്ന് കേൾക്കണേ. ഹബീബായ തങ്ങളാണ് പറഞ്ഞത്, ലോകത്തിന്റെ നേതാവും ലോകത്തിന്റെ ഗുരുഭൂതരുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറഫഅ അസ്വാതികും, മസ്ജിദിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഒഴിവാക്കണേ. നബിയുനാ റസൂലുള്ളാഹി
എത്ര മണി വരെ സമയം? പ്രസംഗത്തിന്റെ സമയം 11 മണി വരെ ഉള്ളു. അപ്പൊ കുറെ വിഷയമൊക്കെ കട്ട് ചെയ്തിട്ട് കേറ്റാം. തർത്തീപായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതിനെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാനേപുര ഉസ്താദ് വരുമ്പോൾ ഞാൻ പോകും കേട്ടോ. എനിക്ക് രാവിലെ നാളെ മാർച്ചൊക്കെ ഉള്ളതാണ്. നമ്മൾ തിരുവനന്തപുരം പള്ളിയിലെ മെയിൻ ഇമാമായിട്ട് ഇവിടെ നിന്ന് 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകാനുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിച്ചോളി. അപ്പോൾ റഫഅസ്വാത്തിക്കും, മസ്ജിദിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. റഫഅസ്വാത്തിക്കും അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. അത് ഒഴിവാക്കണം മസ്ജിദിൽ നിന്ന്. നടക്കുന്ന കാര്യമാണോ? പള്ളി കമ്മിറ്റിക്കാർ തമ്മിൽ അടി ഉണ്ടാക്കുന്ന മസ്ജിദിനകത്ത് വെച്ചിട്ടല്ലേ ഈ ബഹളം ഉണ്ടാക്കിയിട്ട്? എന്താ ബഹളം? വസല്ല സുയൂഫിക്കും, വാൾപ്പയറ്റ് മസ്ജിദിനകത്ത് നടത്തരുതേ. കത്തിക്കുത്ത്, വാള്, ഇതൊക്കെ പകരം വീട്ടുന്ന ഭാര്യ ചോദിക്കുന്ന പള്ളിക്കകത്താണ്, മസ്ജിദിനകത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ മസ്ജിദിൽ അടിയുണ്ടാകും. നമ്മൾക്ക് നേതൃത്വം നൽകി നമസ്കരിപ്പിക്കാൻ ഒരു ഇമാമ് ഒരു മസ്ജിദിൽ വന്ന് നിൽക്കാൻ പേടിയാകുന്ന ഒരു കാലഘട്ടം വരും അത്രേ. അങ്ങനെ ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. നബിയുനാ റസൂലുള്ളാഹി ലാ യുസല്ലി ബിഹിം ഇമാമൻ, ഒരു ഇമാമിനെ കിട്ടൂല പള്ളിയിൽ നിർത്താൻ. ഒരു ഇമാമിനെ കിട്ടൂല. കാരണം എന്താണ്? ജനങ്ങൾ തമ്മിലടിയാണ്, എപ്പോഴും അവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാൻ ഞാനില്ല. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അത് വന്നില്ലേ? ഇത് നമ്മുടെ മസ്ജിദുകളൊക്കെ എന്താ സംഭവം? ശബ്ദമുയർത്തി സംസാരാണ്. മസ്ജിദിൽപ്പെട്ട കമ്മിറ്റിക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറയണമെങ്കിൽ ആ പരാതി പറയാൻ മാന്യമായിട്ട് എഴുന്നേറ്റ് നിന്നൊന്ന് സംസാരിച്ചാൽ അതിനെ പിടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കും. അതുകൊണ്ട് പൊതുയോഗമാകട്ടെ, മസ്ജിദിന്റെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും മസ്ജിദിൽ നമസ്കാരം കഴിഞ്ഞാൽ മദ്രസയിലേക്ക് അത് മാറ്റണം, അല്ലെങ്കിൽ വെളിയിലേക്ക് അത് മാറ്റണം. മസ്ജിദിനകത്ത് നിങ്ങൾ സംസാരിക്കരുത്. വെറുതെ അമൽ നഷ്ടപ്പെടും. നമുക്ക് ശാപം ഇറങ്ങും. മസ്ജിദില് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുള്ള സ്ഥലമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ആ മസ്ജിദിൽ കിടന്ന് വേള ഉണ്ടാക്കിയാല് അത് ആരാണത് ഉണ്ടാക്കുന്നവൻ? അവനാണത് അനുഭവിക്കുക. അവന്റെ കുടുംബമാണ് അനുഭവിക്കാൻ പോകുന്നത്. അള്ളാന്റെ വീടാണ്. മലക്കൾ ഇവനെ പഴിക്കും, ശപിക്കും. അല്ലാഹു മൽഉൻ, അവനെ നീ ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് അവന് വേണ്ടി ശാപ പ്രാർത്ഥന നടത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മസ്ജിദിനകത്ത് വേള ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മളപ്പോഴേ ഇറങ്ങി വെളിയിൽ വന്നേക്കണം. അപ്പോഴേ ഇറങ്ങി വെളിയിലേക്ക് വരിക. കമ്മിറ്റി ഉണ്ട്, എല്ലാവരും ജുമാ കഴിഞ്ഞോണ്ട് മദ്രസയിൽ ഒരുമിച്ച് കൂടുക. അവിടെ വന്നിട്ട് വേളം ഉണ്ടാക്കിയ മസ്ജിദിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? എത്രത്തോളം എന്ന് വെച്ചാൽ മസ്ജിദിനകത്ത് നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ തന്നെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഓടി നിങ്ങൾ മസ്ജിദിനകത്തേക്ക് പോയി നമസ്കരിക്കാൻ കൈകെട്ടരുതേ. ഇദാ അതൈതുമുസ് സ്വലാത വഅലൈക്കും ബിസ്സകീന, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ മാന്യമായി അദബോടെ, മര്യാദയോടെ, ഭവ്യതയോടെ പോകണേ. ഇദാ അദ്റക്തും ഫസല്ലു വമാ ഫാത നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് കിട്ടിയ നമസ്കാരം ആ റക്അത്ത് നിങ്ങൾ അതിൽ പങ്കാളിയാകുക. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ റക്അത്ത് നിങ്ങൾ രണ്ടാമതായി പൂർത്തീകരിക്കുക. ഇമാം റുക്കൂഅ് നിൽക്കുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് വരുമ്പോ പടപടപടപടാന്ന് ഓടിപ്പോവുക. ഇമാം റുക്കൂലാണ്, ഇയാൾ ഓടാണ്. പടക്ക് ഓടാൻ പാടില്ല. ഒരാള് നമസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കാൻ നിയത്ത് ചെയ്താൽ ഒളുവെടുക്കുന്നത് പോൽ അവൻ നമസ്കാരത്തിലാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അവൻ അതിന്റെ കൂലി അവന് കിട്ടും. അവൻ ഓടാൻ പോകണ്ട. മസ്ജിദിൽ ഓടാൻ പാടില്ല. മസ്ജിദിൽ ഓടി ഇമാമിനെ അനുഗമിക്കാൻ പാടില്ല. ഹദീസാണ്. സമാധാനത്തോടുകൂടി നിങ്ങൾ മസ്ജിദിലേക്ക് പോകണേ. കാരണം അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദ്. അത് പവിത്രതയുള്ളതാണ്. അതുകൊണ്ട് മാന്യമായി അതിലൂടെ നടക്കണേ. കടക്ക് പിടക്ക് ഓടാനോ ചാടാനോ പാടില്ല മസ്ജിദില്. അതും പാടില്ല.
അൽമത്തഖിദു അബ്വാബഹാ അൽമതാഹിറ, ആ മസ്ജിദും പരിസരവും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. വജമ്മിറുഹാ ഫിൽ ജുമഅ, വെള്ളിയാഴ്ച രാവിലും അതിന്റെ പകലിലും നിങ്ങൾ ബഖൂർ പുകയ്ക്കണേ, സാമ്പ്രാണി പുകയ്ക്കണേ. നബിയുനാ റസൂലുള്ളാഹി പള്ളിയിൽ ഓരോ പള്ളിയിൽ കയറി നാറ്റം അടിക്കും സംഭവം. ഈ മുസല്ലയിൽ ചവിട്ടി ഒതുവെടുത്തിട്ട് ചവിട്ടി ആ നാറ്റം. ഏത് പള്ളിയിലെ അബിവേ ഊത് പോയിക്കുന്നത്? പള്ളിയിൽ ഊത് പോയിക്കണ്ടേ? ഇല്ല, പെണ്ണിന്റെ കുറെ ചാമ്പ്രാണി തിരി കൊണ്ട് കത്തിച്ചു കൊണ്ട് വെക്കും, ചാണാത്തി മുഖ്യ സാധനം. അതുകൊണ്ട് ആ ഒരു സൈക്കിൾ തിരി ഉണ്ടോ, അവളിങ്ങനെ ഇരിക്കുന്നതാണ്, അവളെയും കണ്ടോണ്ടോ അല്ലാഹു അക്ബർ, അവിടെ മയ്യത്ത് നിസ്കാരവാ. എന്നിട്ട് കത്തിച്ചിട്ട് ആ തിരി അവിടെ കൊണ്ടുവയ്ക്കും, ആ പള്ളിയുടെ ജനലിന്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ അവളുടെ മോന്തയിലോട്ടാ നോക്കുക. ഇതാണ് ഇന്ന് കത്തിച്ചു വെക്കുന്നത്. നല്ല ഊത് വാങ്ങി കത്തിക്ക്. ഗൾഫ് നാട്ടിൽ അറബികൾ കണ്ടില്ല കത്തിക്കുന്നത്. നല്ല ഊത് വാങ്ങിച്ച് കത്തിക്ക്. അതിന്റെ ഉപകരണങ്ങളൊക്കെ കിട്ടുമല്ലോ, നിങ്ങൾ വാങ്ങിക്കൊട്. പള്ളികൾ നല്ല മണം വരട്ടെ, അത്ര വാങ്ങി വെക്ക്. നിസ്കരിക്കുന്നവർ അത് പെരട്ടെ. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ. വെള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ നമസ്കരിക്കാൻ പോകണേ. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങളുടെ ഓരോ നമസ്കാര വേളകളിലും നിങ്ങൾ ശുദ്ധിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിക്കണേ ആദമിന്റെ മക്കളെ. രാത്രി കിടന്ന് 3 പ്രാവശ്യം മൂത്രമൊഴിച്ച കൈലി കൊടുത്തോണ്ടാ സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് ആണമില്ലാത്ത മനുഷ്യൻ. ഈ കയ്യിൽ എടുത്തിട്ട് രാത്രി 2 പ്രാവശ്യം ബാത്റൂമിൽ പോയി എന്തായാലും ഒരു ഡ്രോപ്പ്, ഒരു തുള്ളിയൊക്കെ ആയി കാണുമല്ലോ. ഏത് കൊടുത്തിട്ട് പള്ളിക്ക് പോകാന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ അവന് മുണ്ട് മാറാൻ എന്താ എത്ര ബുദ്ധിമുട്ട്. മുണ്ട് മാറിയിട്ട് വെള്ള ഡ്രസ്സ് എടുത്തിട്ട് പള്ളിയിൽ അത്രയൊക്കെ പൂശിട്ട് ഇങ്ങനെ പോകണം. ഒന്നുവെടുത്ത് വീട്ടിൽ നിന്ന് ഒന്നുവെടുത്തിട്ട് പോകണം. അവന്റെ പോകുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന്റെ സഹായമാണ്. ഓരോ ചുവടുവെപ്പിനും കൂലി കൂടുതലാണ്. ഇത് മസ്ജിദിലാവുമ്പോ സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തിനുള്ള അറയിലേക്കാണ് ഇതിന്റെ മൊത്തം മസല. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിപ്പോ വിചാരിക്കും ഞങ്ങൾക്കിപ്പോ പള്ളിയിൽ പോകണോ അതോ ഞങ്ങൾ വീട്ടിനകത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ സ്ഥലം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ ബീവി പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നത്തഖിദൽ മസാജിദ ഫിദ്ദുവരി വ അൻ തുതയ്യബ വ തുനല്ലഫ. ആയിഷ ബീവി പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വീടുകളിൽ ഒരു പള്ളി നിർമ്മിക്കാൻ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ആ പള്ളിയും പരിസരവും വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കാനും ഹബീബായ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് നിങ്ങൾ വലിയൊരു ഖുബ്ബയൊക്കെ ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കണമെന്നല്ല സഹോദരിമാരെ. നമസ്കരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമസ്കാര മുറി ഉണ്ടാക്കണേ. അതാണ് പറഞ്ഞതിന്റെ ആശയം. നമസ്കാര മുറി അത് വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം. നിസ്കാര മുറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല വീടുകളിൽ. ഇപ്പൊ അതൊക്കെ ഗോഡൌൺ ആക്കി മാറ്റി. കാരണം എന്താ, ഗോഡൌൺ ആക്കി മാറ്റി. ഞാൻ പല വീടുകളിലും പോയിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാനൊക്കെ. ചെറിയൊരു റൂം ഇങ്ങനെ കർട്ടൻ ഇട്ടടിച്ചിട്ട് എന്താ അത് നിസ്കാര റൂമായിരുന്നു ഉസ്താദ്. ഇപ്പൊ അങ്ങനെ അതങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊക്കെ നോക്കുമ്പോൾ പൊക്കി നോക്കുമ്പോൾ പഴയ ബർമൂട അടിയാധാരമൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ പൊട്ടിയ വാറുള്ള ചെറുപ്പുകൾ, അത് പഴയ ഷൂസുകൾ, ഇവന്മാരുടെ വറുമൂടകളൊക്കെ അതിനകത്തിട്ടൊക്കെയാണ്. പഴയ പൊട്ടിപ്പോയ ഐസ് പോയ TV ഒക്കെ എല്ലാം എടുത്ത് അതിനകത്തിട്ടൊക്കെയാണ് സംഭവം.